ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഉഴുന്നൊന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉഴുന്ന് വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഉഴുന്ന് വട തന്നെയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. റവ നമ്മൾ 1/2 കിലോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ ജാറിലിട്ടിട്ടാണ് ഞാനിതൊന്ന് പൊടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു റവ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 കപ്പ് അളവിൽ തൈരാണ്. അതുകൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈ വെച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. റവയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഇതിൽ നിന്ന് വലിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് മാത്രം വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് അളവിൽ റവയാണ്. ഇനിയിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ കുടിച്ച് പെട്ടെന്ന് തന്നെ അതൊരു കട്ടിയായിട്ട് വന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പൊട്ടറ്റോ ആണ്. നല്ല വലിപ്പമുള്ള പൊട്ടറ്റോ ആണ്. ഇത് ഞാൻ നന്നായിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റവയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഉള്ളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി വേണ്ടത് ഒരു 3-4 പച്ചമുളകാണ്. നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഞാനൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ എൻ്റെ പാത്രത്തിൽ കുറച്ച് കൂടുതലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പോലെ നമ്മുടെ ആ ഒരു വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. നമുക്ക് നന്നായിട്ട് തന്നെ ഉരുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് റെഡിയാക്കി കൊടുക്കാൻ. അത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ബൗൾസാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉഴുന്ന് ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന ഉഴുന്നുവടയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആണ്. നല്ല ക്രിസ്പിയാണ്. പുറം നല്ല ക്രിസ്പിയും അകം നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഉഴുന്നുവട തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉഴുന്നുവടയൊക്കെ കഴിക്കാൻ കൊതിയാണെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഉഴുന്നുവട ചൂടുന്ന പോലെ തന്നെ കൈയുടെ അടിയിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നടുവിലൊന്ന് ഹോൾസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓയിൽ നന്നായി ചൂടായ സമയത്ത് നമുക്ക് ഈ ഓരോ ഉഴുന്നുവട ഇട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉഴുന്നുവട റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു 5-6 വെച്ചിട്ട് നമുക്ക് ഇത് വലിയൊരു പാൻ ആയതുകൊണ്ട് തന്നെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാനും കഴിയും. തമാമിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നല്ല ക്രിസ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതാ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. വളരെ സിമ്പിളായിട്ട് ഉഴുന്നൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും ഇല്ല. നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. കണ്ടില്ലേ എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളതെന്നും. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിക്കൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാ മുഴുവനും ഞാൻ ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് തൈരൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പുളിപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉഴുന്നുവടയല്ലാന്ന് നമുക്ക് തോന്നുകയില്ല. ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല ചൂടിൽ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ മുഴുവനും ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. എനിക്കൊരു 10-16 ഉഴുന്നുവട ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എത്രത്തോളം ക്രിസ്പി ആയിട്ടുള്ള വടയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ചട്നി കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ അടിപൊളി കോംബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കുക. ഇതിനു മുമ്പ് ഞാൻ കുറേ റെസിപ്പിയുടെ വീഡിയോ ചെയ്തിട്ട് എല്ലാവരും നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.